വാഗമണ്ണിലെ വനവാസം സ്വകാര്യ റിസോർട്ട് ഉദ്ഘാടനം ചെയ്ത് വി.ഡി. സതീശൻ. മുൻ മന്ത്രി കെ.പി. വിശ്വനാഥന്റെ ബന്ധുവിൻ്റേതാണ് റിസോർട്ട്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ ചേരുന്നു. ആൽവിൻ, ഇതിലെ പ്രത്യേകത എന്നാൽ വനവാസം എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. കാര്യം വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 100 സീറ്റിൽ മുകളിൽ വരികയല്ലാത്ത പക്ഷം, UDFന് കിട്ടാത്ത പക്ഷം വനവാസത്തിന് പോകുമെന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ വനവാസം എന്നാണ് ഉള്ളത്, അല്ലാതെ ഈ റിസോർട്ടിലേക്ക് പോകുക എന്നുള്ളതല്ല. പക്ഷേ പിന്നീട് അത് തിരുത്തുകയൊക്കെ ചെയ്തു. വിജയം ലഭിച്ചില്ലെങ്കിൽ, അധികാരത്തിൽ വന്നില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകളൊക്കെ നിറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോഴിതാ ഒരു വാഗമണ്ണിൽ ഒരു റിസോർട്ട് കൂടി വനവാസം എന്ന് പേരിട്ടിരിക്കുന്നു. അതിൻ്റെ ഉദ്ഘാടകനായി അദ്ദേഹം തന്നെ എത്തുകയും ചെയ്യുന്നു. നിശ്ചയമായും അതിൽ വലിയ കൗതുകമുണ്ട് ശ്യാമിലി. ഇപ്പോൾ ഇന്നത്തെ ഈ കാഴ്ചയിൽ എന്ന് വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ചോദ്യത്തിന്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായാണ് അദ്ദേഹം പറഞ്ഞത്, UDFനൊരു മികച്ച വിജയം ഉണ്ടായില്ല എങ്കിൽ താൻ വനവാസത്തിന് പോകും എന്നത്. അത്തരമൊരു പ്രയോഗം നടത്തുകയും അത് വലിയ തോതിൽ ചർച്ചയാകുകയും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ അത് ട്രോളായി മാറുകയും ഒക്കെ ചർച്ചയാകുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിനിടെയാണ് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഫലം കാത്തിരിക്കുന്ന ഈ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വനവാസം എന്ന പേരിൽ പുതുതായി തുടങ്ങുന്ന ഒരു റിസോർട്ടിൻ്റെ ഉദ്ഘാടനത്തിനായി പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിലെ വാഗമണ്ണിലെത്തിയത്. വാഗമണ്ണിനും ഉപ്പുതറയ്ക്കും ഇടയ്ക്കുള്ള ഒരു മേഖലയിലാണ് ഈ പുതിയ റിസോർട്ട് തുടങ്ങുന്നത്. മുൻ മന്ത്രി കെ.പി. വിശ്വനാഥൻ്റെ സഹോദരി പുത്രൻ്റേതാണ് ഈ റിസോർട്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെയായിരുന്നു 10 മണിയോടുകൂടിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത്. വി.ഡി. സതീശൻ അവിടെ വന്ന് ഈ വനവാസം റിസോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതിലെ വലിയ കൗതുകവും ചിരിയുമൊക്കെ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നത് തന്നെ വാസ്തവമാണ്. പക്ഷേ ആ മാധ്യമപ്രവർത്തകർക്ക് ആ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തതയാർന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നില്ല. എങ്കിൽ പോലും വി.ഡി. സതീശൻ മാധ്യമങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അദ്ദേഹം കൈവീശി ചിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഏതാണ്ട് 20 മിനിറ്റ് ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മലപ്പുറത്തേക്ക് യാത്രയായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഇടുക്കിയിലെ കുട്ടിക്കാനത്ത് അടക്കമുള്ള മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ചില റിസോർട്ടിലൊക്കെ തങ്ങുന്ന കാഴ്ചയുമൊക്കെ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെതായ പോസ്റ്റുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ കാഴ്ചയ്ക്കിടയിലാണ് ഇത്തരത്തിലൊരു കൗതുക കാഴ്ച കൂടി വരുന്നത്. വനവാസം എന്ന റിസോർട്ട് അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ്. ശരി, അതെ, വനവാസം എന്ന റിസോർട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ആ വനവാസത്തിന് എന്തായാലും അദ്ദേഹം പോയിട്ടുമുണ്ട്. ബാക്കിയൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വോട്ട് എണ്ണി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി അറിയുവാൻ കഴിയും. ഇടുക്കിയിൽ നിന്ന് ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്.